വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഹോൾ വീഡിയോ ആണ്. നമുക്ക് ഓഫീസ് ഫങ്ഷൻസ് ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കോട്ട് സെറ്റ്സ് അല്ലെങ്കിൽ കുർത്ത സെറ്റ്സ് എന്ന് പറയാം. എല്ലാം അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം അണ്ടർ 600 ആണ്. ഐ ബോട്ട് ഇറ്റ് ഫ്രം either ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്. ഇതിൽ രണ്ടിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തേത് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ വീനക്ക് ഒരു ബ്ലാക്കിൽ ഗ്രേ പ്രിൻസൊക്കെ വരുന്ന കോട്ടൺ ആണ്. കോട്ടൺ കോട്ട് സെറ്റാണ്. ഇത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സമ്മർ സീസണിലൊക്കെ ഭയങ്കര സുഖമാണ് ഇടാൻ. നല്ലൊരു ബ്രെത്തബിൾ ഫാബ്രിക്കാണ്, കോട്ടൺ ആണ്. അതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അതിൻ്റെ ട്രൗസർ വന്നിട്ട് വേറൊരു പാറ്റേൺ ആണ്, ഒരു വെർട്ടിക്കൽ ലൈൻസ് വരുന്ന ഒരു പാറ്റേൺ ആണ്. അല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കോട്ട് സെറ്റ്സ് ആണ്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ്സ് അറ്റാച്ച്ഡ് ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് 540 സംതിങ്ങിനാണ് ഞാൻ ഇത് വാങ്ങുമ്പോൾ എനിക്ക് കിട്ടിയ പ്രൈസ്. ഇപ്പം നോക്കുമ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ഒരു അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഞാൻ ഈ ഷോ ചെയ്യുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കോട്ട് സെറ്റാണ്. 3/4 സ്ലീവാണ്. ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന സൈസ് ലാർജാണ്. എനിക്ക് ചിലതിൽ മീഡിയം മതി ആൻഡ് കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് കിടക്കണമെന്ന് തോന്നിയാൽ ഐ ഗോ ഫോർ ലാർജ് സൈസ്. ആൻഡ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1 സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾക്ക് നല്ല ഒരു ഈ ലൈനിങ്ങും ഈ കോട്ടൺ വരുന്നത് കൊണ്ട് തന്നെ സ്ട്രിങ്ക് ചെയ്യാൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. ഇത് ഞാൻ 2 ടൈംസ് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. കളറൊന്നും പോകത്തില്ല. നല്ലൊരു കോട്ടൺ ആണ്. നല്ല ഒരു വീനക്കൊക്കെ വന്നിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രിൻ്റാണ് കേട്ടോ. ഈവൻ യു ക്യാൻ യൂസ് ഫോർ ഓഫീസ് മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ നല്ല കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഔട്ട്ഫിറ്റാണ്. ഞാനിപ്പോൾ ഓക്സിഡൈസ് ജ്വല്ലറി ആയിട്ട് സ്റ്റൈൽ ചെയ്തു. അല്ലെങ്കിൽ യു ക്യാൻ നിങ്ങൾക്ക് ഓക്സിഡൈസ്ഡ് സ്റ്റഡ്സോ ചെറിയ ഹൂപ്സൊക്കെ ഇട്ടും സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് ലൗഡായിട്ട് വേണ്ട, മിനിമൽ ആക്സസറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. ഒരു അടിപൊളി ഓപ്ഷനാണ്. ഓക്കേ, അതേപോലെ തന്നെ ഇപ്പോൾ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ ചില കോളേജിലൊക്കെ നമുക്ക് കുർത്ത സെറ്റ്സ് മാത്രം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോളേജസ് ഉണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പം നമുക്ക് കുർത്ത സെറ്റ്സ് അല്ലെങ്കിൽ സൽവാസ് മാത്രമേ അലൗഡ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ലൗഡല്ല എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന ഒരു കാഷ്വൽ ആയിട്ടുള്ളൊരു കോട്ട് സെറ്റ്സ് ആണെന്ന് പറയാം, കുർത്ത സെറ്റാണെന്നും പറയാം. ഒരു മോഡസ്റ്റ് വെയർ ആണ്. ഓക്കെ, അപ്പോൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആൻഡ് ഓഫീസ് ഗോയിങ് IT-യിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാം ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. കളറൊന്നും ഇളകത്തില്ല. വൺസ് അഗെയിൻ കളറൊന്നും ഇളകത്തില്ല. എനിക്ക് കുറച്ച് കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് കുറച്ചിങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കിടക്കുന്ന ഐ ആം നോട്ട് ദാറ്റ് കംഫർട്ടബിൾ ഫോർ ഈ കുർത്ത സെറ്റ്സ് വരുമ്പോൾ കുറച്ചൊരു എനിക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഇത് അത്ര ഫ്രീ അല്ല, എന്നാലും മീഡിയം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടൈറ്റായിരുന്നു. ദെൻ ഐ ഗോ ഫോർ എ സൈസ് അപ്പ്. ദെൻ ഇറ്റ്സ് ഓക്കെ നൗ. ഇത് ലാർജ് സൈസാണ് ആൻഡ് ഇറ്റ്സ് ഫ്രം ആമസോൺ. നമുക്ക് അങ്ങനെയാണല്ലോ, ചില ബ്രാൻഡുകൾ നമുക്ക് മീഡിയം സ്യൂട്ടാവും, ചില പ്ലസ് സൈസ് പോകണമെങ്കിൽ സ്മോൾ സ്യൂട്ടാവും, അങ്ങനെയല്ലേ. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് എടുക്കുക. നിങ്ങൾക്ക് ഇതേപോലെ വലിയ ജുംക്കേഴ്സ് ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്സിഡൈസ്ഡ് ബാംഗിൾസിലൂടെ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവേത് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ കാണുമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ ആൻഡ് പ്ലീസ് ഷെയർ യുവർ തോട്ട്സ്, ഷെയർ യുവർ ഫീഡ്ബാക്സ്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു മോസ്റ്റ് റിവ്യൂഡ് ആയിട്ടുള്ളൊരു കുർത്ത സെറ്റാണ്, എനിക്ക് കോട്ട് സെറ്റ് എന്ന് പറയാം. ഓക്കെ, നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഫസ്റ്റ് ഐ ആം അട്രാക്ട് ടു ദാറ്റ് ഷെയ്ഡ് വന്നിട്ടൊരു അടിപൊളി ഷെയ്ഡാണ്. ഓക്കെ, ആൻഡ്
ഇതാണ് ആ സംഭവം. നമുക്ക് ലോങ് സ്ലീവ്സ് ഉണ്ട്, എന്നിട്ട് നെക്ക് വീനക്ക് വന്നിട്ട് ആലിയ കട്ടാണ് കേട്ടോ. എൻ്റെ സ്ലിറ്റ് വന്നിട്ട് കുറച്ച് ഹൈ സ്ലിറ്റാണ് കേട്ടോ, കണ്ടോ. ഇവിടെ നിന്ന് തന്നെ സ്ലിറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ, ത്രെഡ് വർക്കാണ്, ഇതല്ലാതെ സ്റ്റോണും ഒന്നുമല്ല. ഇതും ഞാൻ ഒരുപാട് വാഷ് ചെയ്തതാണ്, ഒരുപാടല്ല 2 പ്രാവശ്യം വാഷ് ചെയ്തതാണ്. ഇത് റീസെൻറ്റ് പർച്ചേസാണ്, ഒരു 1 വീക്ക് ബിഫോറാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതൊക്കെ ഒരു റീസെൻറ്റ് പർച്ചേസാണ്. 2 വീക്സ് വിത്തിൻ 2 വീക്സ് വാങ്ങിച്ച കുർത്ത സെറ്റ്സാണ് ഇതൊക്കെ. ഓക്കെ, ഇത് ഞാൻ ഒരു പാർട്ടിക്ക് പോകാൻ, ഒരു വെഡ്ഡിങ് റിസപ്ഷൻ പോകാൻ വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത്. നല്ല ഒരു കളറാണ്. നമ്മുടെ മേക്കപ്പൊക്കെ ചെയ്ത് ആക്സസറൈസൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, ഇത് ഞാൻ മീഡിയം സൈസാണ് വാങ്ങിച്ചത്. എനിക്ക് മീഡിയം ഓക്കെയാണ്, കുറച്ച് ഫ്രീ ആയിട്ട് തന്നെയാണ് കിടന്നത്. ആൻഡ് ഒരു സ്ട്രെയിറ്റ് പാൻസാണ്, ഇലാസ്റ്റിക് ഉണ്ട്. ഓക്കെ, വേറെ അല്ലാതെ വർക്കും കാര്യങ്ങളൊന്നും ഇത് പാൻറ്റിലില്ല. പാൻറ്റ് വന്നിട്ട് സ്ട്രെയിറ്റ് പാൻസ് വന്നിട്ട് എലാസ്റ്റിക്കാണ്, അതേപോലെ തന്നെ പ്ലെയിൻ ആണിത്. അതിൻ്റെ അകത്ത് വർക്കും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ പോക്കറ്റ്സ് ഇല്ല ഇതിൻ്റെ അകത്ത്. സ്ലിറ്റ് വന്നിട്ട് കുറച്ച് ഹൈ സ്ലിറ്റാണ് വരുന്നത്, ആലിയ കട്ടാണ് നെക്കിൻ്റെ അവിടെയൊക്കെ വരുന്നത്, കണ്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് പീസാണ്. ബാക്കിലും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇത് ത്രെഡ് വർക്കാണ്, അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഈ പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പക്ഷേ വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാഷ് എപ്പോഴും സെപ്പറേറ്റായിട്ട് വാഷ് ചെയ്യണം. കളർ ഇളകും. പക്ഷേ കളർ ഇളക്കിയാൽ തന്നെ കളർ ഫെയ്ഡൊന്നും ആയിട്ടില്ല. ഫസ്റ്റ് വാഷിൽ കളർ ഇളകിയത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്തത്. നല്ല രീതിയിൽ കളർ ഇളകി. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം, പെട്ടെന്ന് ക്രഷ് ആവുന്ന ഒരു ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ്. നന്നായിട്ട് അയൺ ചെയ്യണം. എപ്പോഴും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും അയൺ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നന്നായിട്ട് ക്രഷ് ആവുന്ന ഒരു തരം മെറ്റീരിയലാണ്. നല്ല സുഖമാണ് ഇടാൻ, എക്സ്പെഷ്യലി ഡ്യൂറിങ് ദിസ് സമ്മർ. നമുക്ക് ഇപ്പം ഡിസംബർ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞുകാലം, ജനുവരി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വിൻ്റർ സീസൺ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഡേ ടൈമിലൊക്കെ നല്ല ചൂടും വെയിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഡേ ടൈമിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കോട്ട് സെറ്റാണ്. അതിൻ്റെ കളർ ആണ് അതിൻ്റെ ഒരു പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ കളറാണ്. അടിപൊളി കളറാണ്, പോക്കറ്റ്സ് ഇല്ല. ആൻഡ് ഐ പർച്ചേസ് ദിസ് മീഡിയം സൈസിനാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫ്രം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ആൻഡ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുർത്ത സെറ്റാണ്. ഒരുപാട് പേര് ഞാൻ വെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, പിന്നെ പുറത്തിങ്ങനെ പോകുമ്പോൾ റാൻഡമായിട്ട് കുറേ പേര് വെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ആൻഡ് ദ കളർ ഭയങ്കര നല്ല കളറാണ്. കളറ് പോകും ഫസ്റ്റ് വാഷിൽ, പിന്നെ നന്നായിട്ട് ക്രഷ് ആവുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇതും ഒരു ഹൈലി റെക്കമെൻഡഡ് കുർത്ത സെറ്റാണ്. നമുക്ക് ഈക്വലി ഒരു പാർട്ടി അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാനൊക്കെ ഇടാം. നല്ല ഒരു ചാന്ദ് ബാലീസൊക്കെ കൊണ്ട് പെയറപ്പ് ചെയ്താൽ ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കുർത്ത സെറ്റ് ഏതെന്ന് കാണാം. നെക്സ്റ്റ് കുർത്ത സെറ്റ്സ് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടു കാണും. ഇറ്റ്സ് ഓൾസോ അണ്ടർ 500. ഇത് സെയിം പാറ്റേണിൽ വരുന്നൊരു കോട്ട് സെറ്റാണ്. കണ്ടോ, എലാസ്റ്റിക് പാൻസ് ആണ് ഉള്ളത്. ഇങ്ങനെ ഒരു നല്ല ഒരു ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്രിൻറ്റും വർക്കും ഒക്കെയാണ്. ആൻഡ് വി ഹാവ് പോക്കറ്റ്സ് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ദെൻ വെൻ കെയിം ടു കുർത്തയിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഹോൾട്ടർ നെക്കാണ്, സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ്. ഇത് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇത് കണ്ടു കാണും. ഓക്കെ, വി ഹാവ് പോക്കറ്റ്സ് ഉണ്ട്. കുർത്താസിൽ പോക്കറ്റുണ്ട്, കണ്ടോ, ടോപ്പിൽ പോക്കറ്റുണ്ട്. നല്ല ഒരു ബ്രിത്തബിൾ ഫാബ്രിക്കാണ്, അങ്ങനെ ചുളുങ്ങത്തൊന്നുമില്ല കേട്ടോ. ഒരു കോട്ടൺ ബ്ലെൻഡാണെന്ന് പറയാം, പ്യുവർ കോട്ടൺ അല്ല, കോട്ടൺ ബ്ലെൻഡാണ്. പക്ഷേ ചൂടത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാബ്രിക്കാണ്. ഞാനും ഇത്
ആഫ്റ്റർ വാഷാണ്, കളറൊന്നും പോകത്തില്ല. നിങ്ങൾക്ക് മെഷീൻ വാഷ് ചെയ്യാനായി ഇത് മെഷീൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ മെഷീൻ വാഷ് ചെയ്തതാണ്. എക്സ്പെക്ട് ദാറ്റ് ബ്ലൂ വൺ ഞാൻ കൈ കൊണ്ടാണ് നനച്ചത്, കളർ പോകുന്നുള്ളൊരിത് കാരണം. ഇതൊക്കെ ഞാൻ മെഷീൻ വാഷ് ചെയ്തതാണ്, ഒരു കുഴപ്പവുമില്ല. ആൻഡ് നമുക്ക് റഫ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്ത സെറ്റ്സാണ്. എഗെയിൻ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെത്തബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കുർത്ത സെറ്റാണ്, അല്ലെങ്കിൽ കോട്ട് സെറ്റാണ്. 2 സെയിം പ്രിൻ്റാണ് വരുന്നത്, ഏകദേശം 2 സെയിം പ്രിൻ്റാണ് വരുന്നത്. ഇത് വി ക്യാൻ സീ ഇൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. ആൻഡ് ഇതും എനിക്ക് അണ്ടർ 500 ആണ് കോസ്റ്റ് ചെയ്തത്. പിന്നെ ആഡ് ഓൺ ബെനിഫിറ്റ്സ്, പോക്കറ്റ്സ് ഉണ്ട്, പക്ഷേ ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് അല്ല. പക്ഷേ ഇറ്റ്സ് നോ സീത്രൂ ഒന്നും അല്ല കേട്ടോ, സീത്രൂ ഒന്നും അല്ല, ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. പിന്നെ ബാക്കിൽ വന്നിട്ട് നമുക്കൊരു ക്ലോഷർ ബട്ടൺ കൊടുക്കുന്നുണ്ട്, കണ്ടോ, ക്ലോഷർ ബട്ടൺ ഉണ്ട് ഒരു ബീഡ് വെച്ചിട്ട്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. ഫ്രണ്ടും പാൻറ്റും എല്ലാം സെയിം പ്രിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഗോ ഫോർ ദിസ് വൺ. നല്ലൊരു കോട്ട് സെറ്റാണ്, എക്സ്പെഷ്യലി ഡ്യൂറിങ് ദ ഡേ ടൈം നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രെത്തബിൾ ഫാബ്രിക്കിലുള്ള ഒരു കോട്ട് സെറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തത് കാണാം. നെക്സ്റ്റ് ഒരു മസ്റ്റ് ഹാവ് ആണെന്ന് പറയാം. നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ട് സെറ്റ് അല്ലെങ്കിൽ കുർത്ത സെറ്റ്സ് ആണ്. ആൻഡ് ഇറ്റ്സ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് രണ്ടും സോളിഡ് കുർത്ത സെറ്റാണ്, ബ്ലാക്കാണ്. ഞാൻ മീഡിയം സൈസാണ് വാങ്ങിച്ചത്. 3/4 സ്ലീവ് ഉണ്ട്, പോക്കറ്റ്സ് ഉണ്ട്. ആൻഡ് പാൻറ്റ് വന്നിട്ട് സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഇറ്റ്സ് ഓൾസോ കംസ് ഇൻ ബ്ലാക്ക്. കണ്ടോ, ഞാനിവിടെ ഒരു ദുപ്പട്ട വെച്ച് സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഈ ടോപ്പ് വേറെ ജീനിൻ്റെ കൂടെ യൂസ് ചെയ്യാം, അല്ലാതെ വേറെ പ്രിൻറ്റഡ് പാൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ മൾട്ടി പർപ്പസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റാണ്. ഇതും വാഷ് ചെയ്തതാണ്. ഇത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബട്ട് ഇറ്റ് ഇസ് നോട്ട് സീത്രൂ അല്ല, ഒരു വീനെക്കാണ് വരുന്നത്. ആൻഡ് 3/4 സ്ലീവാണ് വരുന്നത്. പല നമുക്കിപ്പം അജ്രക് പ്രിൻറ്റ്, ഈ ബാന്തിനി ദുപ്പട്ടാസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ചെയ്യാൻ പറ്റുന്നൊരു കുർത്ത സെറ്റാണ്. ബ്ലാക്ക് ഒരു നമ്മുടെ ബ്ലാക്ക് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം അല്ലേ. ഇപ്പോൾ ഒരു കുർത്തയും ഒരു ലൂസ് ഫിറ്റായിട്ടുള്ളൊരു ബെൽ ബോട്ടം ജീൻസും ഫ്ലയേർഡ് ജീൻസും ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഓപ്ഷൻസ് കൂടുതലാണിത് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ളൊരു സോളിഡ് കുർത്ത സെറ്റാണ്. ഇതിന് പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ ബ്ലാക്കാണ് എടുത്തത്. നമുക്ക് ഇതിൻ്റെ തന്നെ ബ്രൗൺ വരുന്നുണ്ട്, ഓഫ് വൈറ്റ് വരുന്നുണ്ട്, ബ്രൗൺ വരുന്നുണ്ട്. ഓക്കെ, റെഡ്, ഒരു ഡാർക്ക് റെഡ് വരുന്നുണ്ട്. നോർമൽ എലാസ്റ്റിക് പാൻറ്റാണ്. ആൻഡ് പോക്കറ്റ്സ് ഉണ്ട്. പാൻറ്റിൽ വന്നിട്ട് നമുക്ക് പോക്കറ്റ്സ് ഉണ്ട്. ഇതും 2 പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തതാണ്. മെഷീൻ വാഷ് തന്നെയാണ് ചെയ്തത്. കളറൊന്നും ഇളകത്തില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ആവും. എപ്പോഴും അയൺ ചെയ്യണം, നല്ല രീതിയിലുള്ള പ്രസ് ചെയ്യണം, എന്നാലേ നമുക്ക് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആസ് ആൻ ഓഫീസ് വെയർ, ആസ് എ ഫങ്ഷൻ വെയർ ഒക്കെ സ്റ്റൈൽ, അല്ലെങ്കിൽ കാഷ്വൽ വെയർ ഫോർ ഔട്ടിങ്, അതിനൊക്കെ റാൻഡമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്ത സെറ്റാണ്. ഇതൊരു മസ്റ്റ് ഹാവ് ആണ്. ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. എൻ്റെ സൈസ് വന്നിട്ട് മീഡിയമാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് കളക്ഷൻസ് ഓഫ് കോട്ട് സെറ്റ് അല്ലെങ്കിൽ കുർത്ത സെറ്റ്സ് ഫോർ കാഷ്വൽ വെയർ, ഓഫീസ് വെയർ ആൻഡ് ഫോർ കോളേജ് ഗോയിങ് ഗേൾസിനൊക്കെ പറ്റുന്ന കുർത്താസാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് subscribe and do support. Therefore, tata, bye bye.